ഫാമിലി ത്രില്ലറാണ്. സൂപ്പറായിട്ട് ധൈര്യമായിട്ട് കയറി. അടിപൊളി കോമഡി, ക്ലൈമാക്സ് എല്ലാവരും കാണും, എല്ലാവരും കാണുക, അതേ പറയാനുള്ളൂ. കാരണം അത്രയ്ക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന കോമഡി പടമല്ലേ, കോമഡി പടമൊക്കെ. പക്ഷേ ഇതിൽ എൻ്റെ ലൈഫായിട്ട് ടച്ച് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. കാരണം എൻ്റെ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ 23 വയസ്സാണ്. അപ്പോൾ കഥാപാത്രത്തിൻ്റെ പേരും 23 വയസ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 23-30 വയസ്സുള്ളവർ തീർച്ചയായിട്ടും കാണേണ്ട ഒരു ജീവിതമായിട്ടുള്ള മെസ്സേജുള്ള സിനിമയാണ്. കാരണം അശ്വിൻ ജോസും മീര യാസ്മിനും തകർത്ത് അഭിനയിച്ചുകൊണ്ട് ഒരു ലൈഫ് ടച്ച് ചെയ്യാൻ പറ്റുന്ന സിനിമ ഇന്നത്തെ കാലത്ത് ഇതുപോലത്തെ ഒരു ട്രെൻഡ് സെറ്റർ കാണാൻ പറ്റില്ല. കാരണം 30 വയസ്സുള്ള ചെക്കന് 23 വയസ്സുള്ള പെണ്ണ് ചെക്കൻ കല്യാണം കഴിക്കുന്നത്, അതും തുടർന്നുണ്ടാകുന്ന സംഗീതപരമായിട്ടുള്ള യാത്ര നിമിഷങ്ങളാണ് സിനിമ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും കാണേണ്ട ഒരു മീര യാസ്മിൻ്റെ ഒരു തിരിച്ചുവരവാണ്. കാരണം കസ്തൂരി മാനിന് ശേഷം മികച്ച ഒരു തിരിച്ചുവരവ് തന്നെയാണ്. VK പ്രകാശിന്റെ ഒരു സിനിമ ആ ഒരു രീതിയിൽ സെറ്റപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഫാമിലി എന്റർടൈൻമെന്റ് കോമഡി മൂവി തന്നെയാണ്. മീര ജാസ്മിന്റെ സൂപ്പർ ആക്ടിങ് എല്ലാം സൂപ്പറാണ്. തിരിച്ചുവരവ് തന്നെയാണ് തീർച്ചയായിട്ടും. നല്ല പടം. ഇവിടെ റിവ്യൂ പറയുന്ന ആൾക്കാരുണ്ട്, അവരെ കൊണ്ട് പറയിപ്പിക്കും. നല്ല മൂവിയാണ്, ഫൺ മൂവിയാണ്. അങ്ങനെ ഒരു ഓഡിയൻസ് ഉണ്ടോ സിനിമയ്ക്ക്? ഫാമിലി അങ്ങനൊന്നും ഇല്ലല്ലോ. സിനിമ എന്താണ്, എൻ്റർടൈൻമെൻ്റ് ആണ്. ആകെ എൻ്റർടൈൻ ചെയ്താൽ മതി. കാണുക, എല്ലാവരും കാണുക. അതിന് പ്രത്യേകിച്ച് ഓഡിയൻസ് ഒന്നുമില്ല സിനിമയ്ക്ക്. പടം നല്ല പടമാണ്. അടിപൊളി പടമാണ്. ഫാമിലി പിന്നെ ഈ ഇപ്പോഴത്തെ ജനറേഷന് പറ്റിയ നല്ലൊരു മൂവിയാണ്. എല്ലാവരും പോയി കാണും. വെരി ഗുഡ്, നന്നായിരിക്കണം. തമാശ ചിരിച്ചിരിച്ച് മതിയാവും. എല്ലാം നന്നായിരുന്നു കേട്ടോ, എല്ലാം വെരി ഗുഡ് ആവട്ടെ. ഓക്കെ, കോമഡി മൂവിയാണോ? കോമഡി മൂവിയാണ്. സൂപ്പർ പടം. അശ്വിനും മീര ജാസ്മിനും അടിപൊളിയാണ്. എല്ലാവരും വന്ന് കാണുക. സൂപ്പർ പടം. നല്ല എൻ്റർടൈൻമെൻറ്റ്, നല്ലൊരു കമ്പാക്കാണ് മീര ജാസ്മിൻ്റെയും അശ്വിൻ്റെയും. കോമഡിയാണോ? വമ്പൻ കോമഡി പടം. കോമഡി ഫസ്റ്റ് ഹാഫ് ഫുൾ കോമഡിയാണ്. സെക്കൻഡ് ഹാഫ് നല്ല കഥ, അടിപൊളി. എല്ലാവരും വന്ന് കാണും. നല്ല പടമായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല കോമഡി ആയിരുന്നു. ഏത് ഫുൾ ഓൺ കോമഡി ആയിരുന്നു, സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ നല്ല കോമഡി. അതായിരുന്നു ഇതിന്റെ ഫിലിമിന്റെ ഏറ്റവും നല്ല ഇതായിട്ട് തോന്നിയത്. പടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡയറക്ഷൻ ആണോ അതോ കാസ്റ്റ് ആണോ അതോ അതിന്റെ ബാക്ക്ഗ്രൗണ്ട്? എല്ലാം കൊണ്ടും നല്ല മൂവിയായിരുന്നു. ഇപ്പൊ ഈ അവസാനത്തെ ഈ സോങ് അടക്കം നല്ലതായിരുന്നു. എല്ലാം ഇഷ്ടപ്പെട്ടു. ഒരു വട്ടം കാണും. പിന്നെന്താ, ശരി. നല്ല രസമുണ്ടായിരുന്നു. ഫാമിലിയായിട്ട് എല്ലാവർക്കും പോയിരുന്ന നല്ല കോമഡി ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും മസ്റ്റ് വാച്ച് മൂവിയാണ്. നല്ല രസമുണ്ടായിരുന്നു. സൂപ്പർ നല്ലായിരുന്നു. പടം കണ്ടപ്പോഴേ അല്ല ഏറ്റവും കൂടുതൽ അടിപൊളിയായിരുന്നു. കാസ്റ്റ് ആണോ ഡയറക്ഷൻ ആണോ അതോ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണോ? എല്ലാം നല്ലതായിരുന്നു. എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പോയി കാണും. അതെ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. ഫുൾ എന്റർടൈൻമെന്റ് ആയിരുന്നു. അതെ, മസ്റ്റായിട്ടും എല്ലാവരും പോയി കാണുമ്പോൾ പറ്റിയ ഒരു മൂവിയാണ്. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.